ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ്റ്റിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഇന്ന് ഈ കാണുന്ന ടിക്ടോക്കിലൊക്കെ ഫേമസ് ആവുന്ന മെഴുക് കൊണ്ടുള്ള ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. വീട്ടിലെ ഏറ്റവും പഴയ പാത്രം എടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് മറ്റൊരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ മെഴുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മെൽറ്റ് ആവണം. അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ മെഴുക് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ആ നൂലൊക്കെ അതിനകത്ത് നമുക്ക് അവശിഷ്ടങ്ങൾ കിടക്കുന്നത് കാണാം. ഇനി അത് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഐസ് വാട്ടറാണ്, ഐസ് ക്യൂബ്സ് ഇട്ട വാട്ടറാണ്. അതിലേക്ക് നമ്മൾ നമ്മളുടെ 3 വിരൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ മെഴുക് ഉരുക്കിയതിനകത്തൊരു ഡിപ്പ് ചെയ്യുക. കൈ പൊള്ളത്തൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ എന്തിലേക്കാണോ പൂവ് നമ്മൾ വെക്കാനായിട്ട് ആഗ്രഹം അതിലേക്ക് പിടിച്ചു കൊടുക്കുക. ആദ്യത്തെ 1-2 നമുക്ക് ഫെയിലാവും, കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിനുശേഷം ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് പയ്യെ കൈ ഇളക്കി എടുക്കുമ്പോൾ കിട്ടും. ഈ മെഴുക് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഉണങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ കയ്യിൽ അങ്ങനെ അടപ്പ് പോലെ വന്ന് നിൽക്കും. അതിലേക്ക് അത് പിടിക്കുന്നില്ലായിരുന്നു. നമ്മൾ ആദ്യം അത് ചെയ്യുമ്പോൾ ഒത്തിരി പാടായിരിക്കും. കുറച്ച് നമ്മൾ ശീലിച്ച് കഴിയുമ്പോഴേക്കും അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കത് മിസ്സായെങ്കിലും ഈസി ആയിട്ട് നമ്മളത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മെഴുക് നമുക്ക് അത് കുറച്ച് കട്ടിയാവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ആ തിളച്ച വെള്ളത്തിനകത്തേക്ക് തന്നെ ഇറക്കി വെച്ചാൽ മതി. ഫ്ലവറിനിടയ്ക്ക് ഹോൾസ് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ നമ്മൾ ഈ മെഴുകൊന്ന് ആക്കിയാൽ മതി. ഇതുപോലെ തന്നെ ഒന്നുകൂടെ അതിൻ്റെ മുകളിലേക്ക് ചെയ്താൽ മതി. ഈ കമ്പി കൊണ്ടിട്ട് ട്രീ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് മറന്നുപോയി. എപ്പോഴെങ്കിലും നെക്സ്റ്റ് എനിക്ക് സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഇനിയിപ്പോൾ ഇങ്ങനൊരു ട്രീ ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇർക്കിളുകളൊക്കെ അവൈലബിളാണ്. അതുപോലെ മറ്റുള്ള ചെടികളുടെ ബ്രാഞ്ചസൊക്കെ അവൈലബിളാണ്. ഇതിപ്പോൾ ഞാൻ ഗ്രീൻ ആയതുകൊണ്ടാണ് ഇതിൽ വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തത്. ഇതിൽ ക്രയോൺസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കളറിലൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. 5-6 പൊട്ടിപ്പോയെങ്കിൽ എന്താ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല കൃത്യമായിട്ട് നമുക്കതിൽ കിട്ടുന്നുണ്ട്. അല്ല, ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കും. ഇതാണ്ട് ആ ഹോളുള്ളതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്നുകൂടെ വെച്ച് കൊടുത്തപ്പോൾ അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഫ്ലവർ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ഒരു മെഴുക് കൊണ്ടുള്ള ഫ്ലവറിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ബൈ. കൂടാതെ ഇത് നിങ്ങൾ ചറപറാന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ.